ചാനലിലുള്ള സിനിമകളിലൂടെ മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു സിനിമകൾ പുറത്തുവരും. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. അദ്ദേഹത്തിന്റെ ഇപ്പോൾ മമ്മൂക്ക വ്യത്യസ്തമായ ജനലുകളിലുള്ള സിനിമകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആരാധകർ, അദ്ദേഹത്തിന്റെ ഏത് സിനിമകളായാലും, അത് കമേഴ്ഷ്യൽ സിനിമകളായാലും ആർട്ട് സിനിമകളായാലും നെഞ്ചോട് ചേർത്ത ആരാധകരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഇപ്പം വാലുവിന്റെ ഡയറക്ടറായാൽ പോലും സിനിമ ഇറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയുടെ എല്ലാ സിനിമകളെയും, ഏത് തരത്തിലുള്ള സിനിമകളെയും, മമ്മൂക്കയുടെ എല്ലാ പരീക്ഷണങ്ങളെയും ചേർത്ത് കിടത്തുന്ന ആരാധക കൂട്ടമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഫാൻസ് അദ്ദേഹത്തിന്റെ ഒരു പവറാണ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഏപ്രിൽ 10 അദ്ദേഹത്തിന്റെ ബസൂക്ക എന്ന് പറയുന്ന മലയാളി പ്രേക്ഷകർ അത്രയും കാത്തിരിക്കുന്ന ഒരു സിനിമ റിലീസ് ആകാനായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സിനിമ വരുന്നത് ആ സിനിമ റിലീസ് ആയതിനു ശേഷം അടുത്ത ആഴ്ചയിലേക്കാണ്. അപ്പം നല്ല സിനിമകളെ എന്നും നെഞ്ചോട് ചേർത്ത ഒരു ആരാധക കൂട്ടമാണ് മമ്മൂക്കയുടേത്. അപ്പം ഏപ്രിൽ 10 ബസൂക്ക വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ നെക്സ്റ്റ് വീക്കിലാണ് നമ്മുടെ ഈ സിനിമ വരുന്നത്. അപ്പം എത്രത്തോളം മമ്മൂക്ക ആരാധകരെ ഈ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. മമ്മൂക്ക ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ്? തീർച്ചയായിട്ടും സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ നല്ല സിനിമകളെ മമ്മൂക്ക ഫാൻസ് എപ്പോഴും നെഞ്ചോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഇത് ഒരു നല്ല മികച്ച സിനിമയായിട്ട് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നു. ഇതിൽ അഭിനയിച്ചവരാണെങ്കിൽ അത് തന്നെ പറയും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഫാൻസ് എന്തായാലും ഏറ്റെടുക്കുന്ന ഒരു മൂവിയായിട്ട് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു 2023 സെപ്റ്റംബറിൽ അതിൻ്റെ സോങ് ഇറങ്ങിയിരുന്നു. അതും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും ഏറ്റെടുത്ത ഒരു സോങ് തന്നെയായിരുന്നു. ഇതും സിനിമയും അതേപോലെ തന്നെയാണ്. ദേവി അജിത്ത് എന്ന ആർട്ടിസ്റ്റോട് ഇരിപ്പുണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. പക്ഷേ ആക്ഷൻ ഹീറോ ബിജുവിലെ റിയലിസ്റ്റിക് അഭിനയമാണ് കാഴ്ചവെച്ചത്. ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിട്ടുമാറുന്ന വേഷം. അപ്പോൾ ഈ നാൻസി റാണി ദേവി അജിത്ത് എന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആ വേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ആക്ഷൻ ഹീറോ ബിജുവില് അങ്ങനെ സംഭവിച്ചു പോയി. അതങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല. അത് ആൾക്കാര് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലതാണ്. ഇതിൽ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് മനു എന്നൊരു വ്യക്തി, മനു നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ലാപ്പ്, ഈ പറയുന്ന ഒരു സീൻ കഴിയുമ്പോൾ കിട്ടുന്ന ക്ലാപ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിലും ഇതുവരെ ഞാൻ അഭിനയിച്ചതിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ. അത് ഫുൾ ക്രൂ ആണ് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെങ്ങനെ റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഞാനത് മോശമായിട്ടാണോ ചെയ്തതൊക്കെ നിങ്ങൾ വേണം വിലയിരുത്താൻ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാര്യം അങ്ങനെ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു. ഞാനും അന്തവിട്ട് പോകുമായിരുന്നു. ഒരു ദിവസം അർജുന ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് അഭിനയിച്ച സണ്ണി, ധ്രുവൻ, അങ്ങനെ ഇത്രയും ആൾക്കാർ വന്നു പോയ ഒരു സിനിമ. ലെന ഉണ്ട്, മലപർവതി, അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അത് ഞാൻ എന്തോ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കത് സന്തോഷമാണ്. നീ എങ്ങനെയാവുമെന്നുള്ളത്